ഞാൻ എങ്ങോട്ടെങ്കിലും പുറത്തേക്കൊക്കെ പോകുമ്പോൾ എൻ്റെ ഈ പുത്രൻ എനിക്ക് ടാറ്റൊക്കെ തരുവേ. ബായ് അമ്മ, ടാറ്റ എന്നൊക്കെ പറയും. എന്തെങ്കിലും കൊണ്ടുവരണോ ചോദിച്ചപ്പോൾ ആ കൊണ്ടുവരണം ഐസ്ക്രീം എന്നാണ് ഈ ആക്ഷനിൽ കാണിക്കുന്നത്. എന്നാൽ ഈ മഴയത്ത് ഐസ്ക്രീം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു കൂട്ടാക്കിയില്ല. കസേരയൊക്കെ മാറ്റി വാതിലടക്കിയാണ് പറഞ്ഞു കേട്ടോ അവൻ. ഞാൻ പറഞ്ഞു വാതിലടച്ചോളൂ, അമ്മ പോവുകയാണ്, തുറക്കണ്ട. അപ്പം കസേര ഒന്നും കൂടി അങ്ങോട്ട് നീക്കി വെച്ച് വാതിലൊക്കെ അടച്ചു. ഞാൻ പറഞ്ഞു ജനലിൽ കൂടെ നോക്കിക്കോളൂ, അമ്മ പോണത് കാണാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൻ ശരിയെന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് പോയപ്പോൾ ഞാൻ മറന്നു ജനൽ കൂടെ നോക്കാൻ. എന്നിട്ട് എന്നെ അവൻ വിളിച്ചു, അവനും അവളും കൂടി വിളിച്ചിട്ട് എനിക്ക് കാട്ടി തന്നു കേട്ടോ, ടാറ്റൊക്കെ കാട്ടി തന്നേ. എന്നിട്ട് ഞാൻ വീണ്ടും നടന്നു കറുകപ്പത്തൂരെത്തി. ഇവർ കണ്ടിട്ടായിരുന്നു കേട്ടോ ഞാൻ ബസ് കയറിയത്. അപ്പോൾ ഇതാ കറുകപ്പത്തൂർ എത്തിയത് എന്തോ ഭാഗ്യം, ആ മാതിരി സ്പീഡിലായിരുന്നു ഡ്രൈവർ പോയത്. എങ്ങോട്ടോ എത്താണ്ട് തോന്നുന്നു ഡ്രൈവർക്ക്. ഫസ്റ്റ് ഇതാ മരുന്ന് വാങ്ങാൻ പോയി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ മരുന്ന് വാങ്ങാൻ പോകുന്നുണ്ടല്ലോ അല്ലേ. അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ പോയതാണ് കേട്ടോ ഇന്ന്. അപ്പോൾ അമ്മയ്ക്ക് മരുന്ന് വാങ്ങി. പിന്നെ പ്രിയമ്മയ്ക്ക് ഞാൻ എങ്ങോട്ട് കറുകപ്പത്തൂർ പോകണ്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് വാങ്ങണം, അത് നിർബന്ധമാണ്. അപ്പോൾ പ്രിയമ്മ ടൈലറാണല്ലോ, അപ്പോൾ ഇത് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, എലാസ്റ്റിക് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു CV ഉണ്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫോട്ടോ കൊണ്ടുപോയില്ല, ക്ലിയർ ഇല്ലാത്തൊരു ഫോട്ടോയാണ് അവർ വെച്ചത് എന്ന്, പഴയ CVയുടെ. അപ്പോൾ ആ ഫോട്ടോ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ ഞാൻ ഫോട്ടോ കൊടുത്തു, അവരത് ക്ലിയർ ആക്കി തന്നു കേട്ടോ. ആയിട്ടില്ല. എന്നിട്ട് ഞാൻ ഒരു ഓറിയോ ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ട് വീണ്ടും ഒരു കേക്ക് ഉണ്ടാക്കാൻ നോക്കിയിട്ടോ, ഡ്രീം കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ഭയങ്കര മഴ പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നേ. വിപ്പിംഗ് ക്രീം വാങ്ങാൻ കടകൾ പോയി. അവസാനം എന്താ ഡ്രീം കേക്ക് ഞങ്ങൾ കഴിച്ചുവിട്ട് ഉണ്ടാക്കിയിട്ട് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. സത്യം പറയാം, നമ്മുടെ 150 രൂപയ്ക്ക് വന്നുള്ളൂ ഈ കേക്ക് ഉണ്ടാക്കാൻ. നമ്മുടെ ഓറിയോ കേക്കും അതുപോലെ വിപ്പിംഗ് ക്രീമും ഡയറി മിൽക്ക്, മിൽക്കി ബാർ, ഫ്രഷ് ക്രീം, വിപ്പിംഗ് ക്രീം അല്ല കേട്ടോ, ഫ്രഷ് ക്രീം, അതൊക്കെ വെച്ചിട്ടൊരു കേക്ക്, തട്ടിക്കൂട്ട് കേക്ക് ഉണ്ടാക്കി ഞാൻ. ഡ്രീം കേക്ക് ഉണ്ടാക്കി. ബൂസ്റ്റാണ് ഞാൻ മോൾ കൂടെ അങ്ങനെ ഇതാക്കിയത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ വേദുവോ? എങ്ങനെ ഉണ്ടായിരുന്നു കേക്ക്? അമ്മമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു, സൂപ്പർ ആയിരുന്നു കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓറിയോ വെച്ചിട്ടൊരു ഡ്രീം കേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.